ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ സ്ഥാനാർത്ഥിയാവാൻ എനിക്ക് സാങ്കേതികമായി ചില പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കുറഞ്ഞ ദിവസങ്ങളേ ഉള്ളൂ. ഏതാണ്ട് എല്ലാ ജില്ലകളിലും പോകേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. കൺവെൻഷനുകളും BJPയുടെ മീറ്റിങ്ങുകളും എല്ലാം ഉണ്ടായിരുന്നു. ഏതാണ്ട് 11 ജില്ലകളിൽ ഞാൻ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ കൊല്ലം നാളെ കൊല്ലത്താണ്. ഒരു മീറ്റ് ദ പ്രസിന് എന്നെ വിളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കൊല്ലം ജില്ല കഴിഞ്ഞ് തിരുവനന്തപുരത്ത് പോയി, പിന്നെ പാലക്കാട് കൂടെ കഴിഞ്ഞാൽ എല്ലാ ജില്ലകളും ഞാൻ പൂർത്തിയാവും. അപ്പം എൻ്റെ ഒരു അനുഭവം, ഞാൻ 50 കൊല്ലത്തിലധികമായി ഇത് പ്രവർത്തിക്കുന്നയാളാണ്. ഏതാണ്ട് ഓർമ്മ വെച്ച കാലം 75 മുതലുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സക്രിയമായി തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ആളാണ്. ഇപ്രാവശ്യത്തെ ഒരു അനുഭവം എന്താ വെച്ചാൽ, പൊതുസമൂഹത്തിൻ്റെ വോട്ട് BJPക്ക് കാര്യമായി ലഭിക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. കേരളം BJPക്ക് പാകമായിരിക്കുന്നു. അതുകൊണ്ട് വികസനം പ്രധാന മുദ്രാവാക്യമാക്കിയ ഒരു രാഷ്ട്രീയ പാർട്ടി ആ പോസിറ്റീവ് സൈഡ്, വികസനം എന്ന് പറയുന്ന പോസിറ്റീവിസമാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് സവിശേഷത. അത് വലിയ പ്രതീക്ഷയോടു കൂടിയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇന്നത്തെ ഈ പത്രസമ്മേളനത്തിന് പ്രധാനമായും ഒരു പഴയ സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ എല്ലാ മുസ്ലിം സംഘടനകളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരുണ്ട്, വൈവിധ്യ നിലപാടുള്ളവരുണ്ട്, വൈരുദ്ധ്യ നിലപാടുള്ളവരുണ്ട്. ഈ കേരളത്തിൻ്റെ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ ഒരിക്കൽ മാത്രമേ എല്ലാ മുസ്ലിം സംഘടനകളും ഒത്തൊരുമിച്ച് ഒരു പൊതുപ്രശ്നത്തിൻ്റെ പേരിൽ, ആ പൊതുപ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, കൈവെട്ട് കേസുണ്ടായ സന്ദർഭത്തിൽ 2010 അതിനെ തുടർന്ന് ഭീകരവാദത്തെ അപലപിക്കാനും ഭീകരവാദത്തോടൊപ്പമല്ല സമുദായമെന്ന് പ്രഖ്യാപിക്കാനും വേണ്ടിയിട്ട് കോട്ടക്കൽ നടന്ന എല്ലാ സംഘടനകളും പങ്കെടുത്ത യോഗം, മുസ്ലിം ലീഗിൻ്റെ അന്നത്തെ സമാരാധനായ അധ്യക്ഷൻ തങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ EK സുന്നി വിഭാഗം, കാന്തപുരത്തിൻ്റെ സുന്നി വിഭാഗം, അന്ന് 2 സംഘടനകളാണ് മുജാഹിദുകളുടെ ഉണ്ടായിരുന്നത്. അതുപോലെ MES, ഇവരെല്ലാം ചേർന്നുകൊണ്ട് നടത്തിയ ഒരു സംയുക്തമായ മുസ്ലിം യോഗം. ആ മുസ്ലിം യോഗം ഞാൻ പറഞ്ഞല്ലോ, വേറൊരെണ്ണം നമുക്ക് ഞാൻ പഠിച്ചിട്ട് പറയുകയാണ്, വേറെ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാട്ടാൻ സാധിക്കില്ല. മതപരമായ ചില ആചാരങ്ങളോട് ബന്ധപ്പെട്ട് കൂടിയിട്ടുണ്ടാവും, ഐക്യ മുസ്ലിം സമ്മേളനമൊക്കെ നടക്കാറുണ്ട്. പക്ഷെ ഒരു ഇഷ്യൂ, ഭീകരവാദത്തിനെതിരായിട്ട് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് അവർ അന്ന് നടത്തിയ സമ്മേളനം, ആ സമ്മേളനത്തെ അന്ന് 3 കൂട്ടരെ മാറ്റി നിർത്താൻ അവർ തീരുമാനിച്ചു. ഭീകരവാദത്തിൻ്റെ പേരിൽ 3 സംഘടനകളെ, മുസ്ലിം സംഘടനകളെ ഞങ്ങൾ വിളിക്കില്ല, അവരുമായി സഹകരിക്കില്ല, ഒരു തരത്തിൽ പറഞ്ഞ ഒരു അൺടച്ചബിലിറ്റി പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ എൻ്റെ വിശദാംശങ്ങളുള്ളതുകൊണ്ടാണ്, പുതിയ തലമുറയിലെ മാധ്യമ സുഹൃത്തുക്കളെല്ലാം ഇതൊന്നും ഓർക്കുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് ഹാൻഡ് ഔട്ടായിട്ട് തരാൻ ഇടയായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വന്ന 3 വിഭാഗങ്ങൾ, NDF, പിന്നീട് അതിൻ്റെ രൂപാന്തരങ്ങളാണ് പോപ്പുലർ ഫ്രണ്ടും SDP IU, ജമാഅത്തെ ഇസ്ലാമി PDP. ഈ 3 സംഘടനകളെ വിളിക്കില്ല എന്ന് കേരളത്തിലെ ഈ സംയുക്ത മുസ്ലിം സമ്മേളനം പ്രഖ്യാപിക്കുകയും, അന്ന് അവർ പറഞ്ഞത് പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടുകയല്ല, ഒരു പ്രൊഫസറുടെ കൈവെട്ടിയെന്നുള്ളതല്ല, അത് അവരുടെ അഭിപ്രായത്തിൽ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞു, കേരളത്തിലെ സാമൂഹ്യ വ്യവസ്ഥയുടെ കൈവെട്ടുകയാണ്, സൗഹാർദ്ദമായി ജീവിക്കുന്ന ആളുകളുടെ കൈവെട്ടിയിരിക്കുകയാണ്, അല്ല ഒരു വ്യക്തിയുടെ കൈവെട്ടിയതല്ല എന്നാണ് അവർ പറഞ്ഞത്. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ ആ കാര്യങ്ങൾ, പാപപങ്കിലമായ സംഘടനകളെ 3 എണ്ണത്തെ മാറ്റി നിർത്തുന്നു, വിളിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ കൈവശമുണ്ട്, അതിനോട് പ്രതികരിച്ച മുസ്ലിം സംഘടനകളുടെയൊക്കെ അഭിപ്രായങ്ങൾ എൻ്റെ കൈവശമുണ്ട്. അന്നതിനെതിരായിട്ട് 3 സംഘടനകളെ മാറ്റി നിർത്താൻ തീരുമാനിച്ചതിൽ NDF, ജമാഅത്തെ ഇസ്ലാമി, PDP
വ്യക്തമായി പറഞ്ഞത് ഭീകരവാദമാണ്. പ്രവാചകൻ 7 പാപങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങൾ തീവ്രവാദത്തെ കൂടി ആ പാപങ്ങൾ പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പാപപങ്കിലത എന്ന് പറയാനിടയായത്. അതിനെതിരായിട്ട് ഉണ്ടായ പ്രധാനപ്പെട്ട സംഭവം ജമാഅത്തെ ഇസ്ലാമിക്ക് വേണ്ടി അന്ന് പുറത്തു വന്ന അന്നത്തെ ലേഖനം, ഞാൻ അതിൻ്റെ ഡേറ്റും ഏത് പത്രത്തിൽ വന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഞാൻ ആ പത്രവുമായി നല്ല ബന്ധം പുലർത്തുന്ന ആളാണ്. അതുപോലെ ചാനലുമായിട്ടും ചാനലിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ പരിപാടി നടത്തിയ ആൾ ഞാനാണ്. അതുകൊണ്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ അതുകൊണ്ട് വ്യക്തിപരമായിട്ടോ അല്ലെ മാധ്യമ സ്ഥാപനം എന്ന നിലയിലല്ല. അതിലവർ പറഞ്ഞത് വളരെ വ്യക്തമായും തീവ്രവാദത്തിനെതിരെ സമരത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ എന്തുകൊണ്ട് യോഗ്യരായ ഏറ്റവും മുന്തിയ വിഭാഗം മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടാണ് തുടങ്ങുന്നത്. അതിൽ പറയുന്നു എന്തുകൊണ്ട് യോഗ്യരാണവർ. എന്താണെന്നറിയോ കാരണം പറഞ്ഞത്? 1947 ഓഗസ്റ്റ് 16 ഒരൊറ്റ രാത്രി കൊണ്ട് 4000-ലേറെ പേരെ കൊന്നു തള്ളിയ കൽക്കത്ത ഡയറക്റ്റ് ആക്ഷൻ പോലുള്ള മികച്ച തീവ്രവാദ വിരുദ്ധങ്ങളുടെ റെക്കോർഡ് കീശയിലിട്ട് നടക്കുന്ന പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. എൻ്റെ ഒറിജിനൽ അന്നത്തെ ആ ലേഖനത്തിൻ്റെ കോപ്പിയും എൻ്റെ കൈവശമുണ്ട്. നമ്മൾ റെഫർ ചെയ്യേണ്ട ആൾക്കാർക്ക് ഞാൻ തരാൻ തയ്യാറാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒന്നിന് ഇപ്പോഴേ LDF UDF ഈ 2 കൂട്ടരെയും കിട്ടാൻ മത്സരിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ പോക്ക്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ സംഭവം ഉണ്ട്? ആ കേസിൻ്റെ തന്നെ ജഡ്ജ്മെൻറ്റ് വന്നു. ആ ജഡ്ജ്മെൻറ്റ് വന്നത് മാത്രമല്ല, ഒരു സംഘടന നിരോധിച്ചു. ആ നിരോധിക്കപ്പെട്ട സംഘടന കോടതിയിൽ പോയി. ഇന്നും അതിൻ്റെ നേതാക്കൾ വരും ജയിലിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഭവത്തെ സംബന്ധിച്ചിടത്തോളം ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പശ്ചാത്തലമുണ്ടെന്ന് അവകാശപ്പെടുന്ന പ്രതിപക്ഷ നേതാവ് ജമാഅത്തെ ഇസ്ലാമായിട്ടുള്ള കൂട്ടുകെട്ടിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇതൊക്കെ ജനങ്ങളെ പഠിപ്പിക്കേണ്ടവരല്ലേ? നെഹ്റുജി 52 പറഞ്ഞതുപോലെ ദ പൊളിറ്റീഷ്യൻ ഹാസ് ടു എഡ്യൂക്കേറ്റ് ദ മാസ്. ജനങ്ങളെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ് കേരള മുഖ്യമന്ത്രിയായാലും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായാലും. ഈ തരത്തിലൊരു സമീപനം സ്വീകരിക്കുമ്പം അതിനെതിരായിട്ട് ഏറ്റവും ഒടുവിലായി പ്രമേയം പാസ്സാക്കിയത് സമസ്തയുടെ 100ാമത് വാർഷിക സമ്മേളനം. അതിൻ്റെ സമാപന സമ്മേളനം നടന്നത് കാഞ്ഞങ്ങാട്. ചരിത്രത്തിൽ ആദ്യമായി എന്നെയും വിളിച്ചിരുന്നു, ഞാനും പോയി. ബാക്കി എല്ലാ മുസ്ലിം സംഘടന എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സമസ്ത ആദ്യമായിട്ടാണ് എന്നെ വിളിച്ചത്. ഞാനതിൽ പങ്കെടുത്തയാളാണ്. അവർ പാസ്സാക്കിയ പ്രമേയം എന്താ? അവർ ഈ തീവ്രവാദ സംഘടനകൾക്കെതിരായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും മറ്റുമുള്ള പ്രമേയം പാസ്സാക്കി. ആവശ്യമുള്ളവർക്ക് റെഫർ ചെയ്യാം. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ കൈവെട്ടിയ സംഘടനകളെന്ന് പറഞ്ഞാൽ കോടതി പോലും കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ആ പ്രസ്ഥാനത്തിൻ്റെ പേരതിലുണ്ട്. അവർ പറഞ്ഞു ഞങ്ങളുടെ നിലപാടിലില്ല, തെറ്റുപറ്റിപ്പോയി, ഞങ്ങളിത് മാറ്റം വരുത്തിയിരിക്കുന്നു, നിലപാട് മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? ദെൻ വൈ? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കൽ അൺടച്ചബിൾസായി തീവ്രവാദത്തിൻ്റെ പേരിൽ മാറ്റിവെക്കപ്പെട്ട 3 സംഘടനകളുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് മതേതരത്വം പ്രസംഗിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ തലമുറയോട് ചെയ്യുന്ന തെറ്റാണിത്. ഈ 2 കൂട്ടരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു.